ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നതാണ്. എൻ്റെ ചങ്കായ ഷാനുവിൻ്റെ പിന്നെ എന്നെക്കുറിച്ചുള്ള ബാഡ് കമൻറ്റ് നിങ്ങൾ എന്തിനാണ് എഴുതുന്നത്? പക്ഷെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ പോരെ. മറ്റുള്ള എൻ്റെ ഭർത്താവ് കിടപ്പിലായിട്ട് പോലും ഞാൻ ഒരാൾക്ക് ഭക്ഷണം കഴിക്കാൻ പോയി ഒരുമിച്ച് ഇരുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പം, അതിൻ്റെ കുഞ്ഞാങ്ങളെയാണ്. അപ്പോൾ ആ ഒരു വ്യക്തിനെ എങ്ങനെ പരിഹസിക്കുന്നു? എന്തിനാണ്? എൻ്റെ കൂടെ നിന്ന് സഹായിച്ചത് തന്നീന് മാത്രം നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം? എൻ്റെ ഭർത്താവ് സുഖമില്ലാതെ കിടപ്പിലാണെന്ന് ആരാ ഞങ്ങളോട് പറഞ്ഞത്? അത് കിടപ്പിലൊന്നുമില്ല, അതിന് ആരോഗ്യമുണ്ട്, അത് തിരിച്ചു വരും ചെയ്യും. പക്ഷേ നിങ്ങൾ കമൻ്റ് എഴുതിയതൊന്നും കാണാം. സ്ത്രീ ഇപ്പോൾ സെലു പോയിട്ട് ഇപ്പോൾ സ്ത്രീ ആയിക്കണല്ല അല്ലേ? ആവശ്യമില്ലാത്ത കമൻ്റ് എന്തിന് ഞങ്ങൾ എഴുതണതാ? നിങ്ങൾ എഴുതിയ കമൻറ്റ് നേരെ വായിച്ചു നോക്കി. സ്ത്രീ പുറത്തു പോയി ഭക്ഷണം കഴിക്കുകയാണ്, ഭർത്താവിനെ കിടപ്പിലാക്കി. എന്തൊരു കഷ്ടമാണ് നിങ്ങളോട് പറയാൻ. ഞാൻ അത് വായിച്ചു തരാം. ആ സ്ത്രീ തന്നെയാണ് ഭർത്താവിൻ്റെ എന്നു തിരിച്ചറിവില്ലാത്ത പെരുമാറ്റം, സംസാരം. പിന്നെ ഇന്നലെ അവളുടെ ഭർത്താവിൻ്റെ കാര്യം പറഞ്ഞിട്ട് വീഡിയോ ചെയ്തതാണ്. ഇതൊക്കെ എൻ്റെ ചങ്കായ ചങ്കിൻ്റെ ഈ കമൻ്റ് ഇടേണ്ട ആവശ്യമുണ്ടോ? ഈ സ്ത്രീയുടെ അറപ്പ് തോന്നുന്നു. ഞാൻ ഇതുപോലെ മുമ്പും ഈ വീഡിയോ കണ്ടിട്ടില്ല. സ്വന്തം ഭർത്താവിനെ സുഖമില്ലാതായി കിടപ്പിലായിട്ട് പോലും അവളുടെ കൂടെ പുരുഷൻ്റെ കൂടെ എന്നല്ല, അവളുടെ കൂടെ പുറത്തു പോയിരിക്കണം. പിന്നെ കമൻ്റ് ചെയ്തിരിക്കണം. ഇന്ന് അവളുടെ ചാനൽ ഷാനുവിനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞു കരഞ്ഞു. വീഡിയോസ് പ്രതീക്ഷ ഇതുണ്ട്. രണ്ടുപേരും ചേർന്നുള്ള ഒത്തുകളിയാണ് ഇത്. നമ്മളെ പൊട്ടന്മാരാക്കുകയാണ്. എന്താ അതിൻ്റെയൊക്കെ ആവശ്യം? നിങ്ങൾ ചെയ്ത ഓരോ പ്രവൃത്തികളും നല്ലൊരു ദിവസത്തിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ പ്രതികരിക്കേണ്ടത്? മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ കമൻറ്റുകൾ ഇട്ട് കാണും ചെയ്യും. പേട് കമൻ്റ് ചെയ്തു ബുദ്ധിമുട്ടായി അവരുടെ നിൽക്കാനായി ചെയ്യുന്നു. പിന്നെ താത്താൻ്റെ വീട്ടിൽ വന്നു മുട്ടില്ലാന്നോ അതൊക്കെ പറയുന്നു. ഉമ്മയും മോനും ഉള്ളതുപോലെയാണ് ഇത്. പിന്നെ ഇങ്ങനെ തന്നെ അല്ലേ? താത്തയും ഷാനും സ്നേഹിച്ചതാണ്. ഷാനുവിൻ്റെ ഉള്ള കമൻ്റാണ് ഞാൻ ഈ വായിക്കുന്നത്. എന്നെക്കുറിച്ചിട്ടുള്ള മോശമായ കമൻറ്റ് നിങ്ങൾ എഴുതിയല്ലോ. ഇത്രയും ജനങ്ങൾ ഒന്നിച്ചു നിന്നിട്ടും ഇങ്ങനെ പറയെങ്കിൽ നിനക്ക് മനസ്സിലായില്ലേ? കൂടെ ജനങ്ങൾ ചോറ് തന്നെ തിന്നുന്നത്. അവളുടെ ഉടായിപ്പാണിത്. ഉടായിപ്പ് ഓരോന്നും. ഞാൻ എന്ത് ഉടായിപ്പ് കാട്ടിയെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളെ കമൻ്റാണ് ഈ വായിക്കുന്നത്. നിങ്ങൾ എഴുതിയ കമൻ്റാണിത്. നിങ്ങളെന്താ വിചാരിച്ചിരിക്കണത് എന്നെക്കുറിച്ചിട്ട്? ഞാനിങ്ങനെ മുണ്ടാതിരിക്കുമെന്ന് വിചാരിച്ചോ? ഇത് എൻ്റെ കുറ്റം ഷാനുവിനോടും പറയാം, ഷാനുവിൻ്റെ കുറ്റം എന്നോടും പറയാം. എന്താ നിങ്ങളെ വിചാരം? ഷാനുക്ക ഇപ്പോൾ സെലീനത്താത്തയുടെ വീഡിയോയിൽ വെച്ച് തന്നെ റീച്ച് ഉണ്ടാക്കാനാണ് ഒരു
വട്ടു പറയുക. എന്താണ് വട്ടാണോ ഇവർക്ക് പറയാൻ? പിന്നെ എന്തു വിട്ടു കളികളാണ്. പിന്നെ നിങ്ങൾ വരെ ഇത്ത എന്നും. രണ്ടുപേരുടെയും ഇതൊക്കെയാണ് ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത്. താത്താക്ക് ഒരു ജീവിതം കൊണ്ടല്ലേ സാനു. ഈ ചെക്കന് താത്താക്കും എന്തിനാണ്? എന്തൊരു മറുപടിയാണ്. ഒരു ഒഴുക്കലും ഇല്ലാത്ത ഒരു മൊയ്തീൻ ചെക്കൻ. ഷാനു മോനെ എന്തൊക്കെ ഇവിടെ എഴുതിക്കണ്. ഇതൊക്കെ നിങ്ങളെ കമൻറ്റ് ഞാൻ വായിക്കണില്ല. എനിക്ക് വായിക്കാനും എഴുതാനും അറിയില്ലാതെ നിങ്ങൾ തീരുമാനിക്കണ്ട. നിങ്ങൾ എന്തിനാണ് മോശപ്പെട്ട കമൻറ്റ്? എൻ്റെ ഇപ്പം ശ്രീ ആയിക്കണം, ഇതുവരെ സെലു ആയിരുന്നു, അല്ലെങ്കിൽ താത്തയായിരിക്കും. നിങ്ങൾക്കൊന്നും മനസ്സാക്ഷി പോലും ഇല്ലേ? തലക്ക് ഓളുണ്ടോ മക്കളെ? നിങ്ങൾ ഈ നല്ല റമദാൻ മാസത്തിൽ തന്നെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് പച്ച മാംസം കൊത്തി വലിച്ചിട്ട് കമൻ്റ് ഇടാൻ നിൽക്കണോ? നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടാൽ മതി, വേണ്ടെങ്കിൽ കാണും വേണ്ട. എൻ്റെ കുറ്റം മറ്റുള്ളവരെ എഴുതി പകർത്തിയിട്ട് നിങ്ങൾക്ക് എന്താ നേടാൻ? മരിച്ചു പോകേണ്ട മക്കളെ, ആ ഒരു ചിന്തെങ്കിലും വേണം. 3 തളി പിന്നെ 3 തുണി കുപ്പായം അല്ല 3 തുണി കഷ്ണത്തിൽ പൊയിഞ്ഞ് കൊണ്ടുപോയി പള്ളിക്കാട്ടൊക്കെ ഇട്ട് പോകുമ്പോൾ ആരും ഉണ്ടാവില്ല. അങ്ങനെ മനസ്സിലാക്കിക്കോളി. മറ്റുള്ളവരെ പച്ചമാംസം കൊത്തി വലിച്ചിട്ടുള്ള ഈ കമൻറ്റ് എഴുതാൻ നിർത്തിക്കോളി. നല്ല കമൻറ്റ് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതുക. എൻ്റെ കുറ്റമാണ് നിങ്ങൾ പറയണത്. ഞാൻ എന്ത് ചെയ്ത് തെറ്റാണ് നിങ്ങളിങ്ങനെ മറ്റുള്ളവരെ പരിഹസിക്കണം? ആ ഒരു വ്യക്തിനെ എങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിച്ചത് എന്ത് കാര്യമാണ്? നാണമാണോ നിങ്ങൾക്കുണ്ടോ? എന്തൊരു വിഷമാണെന്ന്. ഏത് വീഡിയോയിലിട്ടാലും എൻ്റെ കുറ്റവും അവൻ്റെ കുറ്റം, അവൻ്റെ കുറ്റം എൻ്റെയിലും എൻ്റെ കുറ്റം അവൻ്റെയിലും തമ്മിൽ തെല്ലിക്കുകയാണ് നിങ്ങൾ. നല്ല മുതൽ കമൻറ്റ്, സന്തോഷമുള്ള കമൻ്റ് അല്ല തരുന്നത്, തമ്മിൽ തെല്ലിക്കാനായിട്ടാണ് നിങ്ങൾ ഒരുങ്ങിക്കുന്നത്. ഷാനുവിൻ്റെ കൂടെ മരണം വരെ ഉണ്ടാവുന്നു നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ എന്തിനാ നിങ്ങൾ ഒഴിവാക്കി പോകാനൊക്കെ പറയുന്നത്? എന്താ കാര്യം അതിന്? ഒരു കാര്യമില്ല. നിങ്ങൾ അവിടെ കടന്ന് കുരക്കുക എന്നല്ലാതെ നായ്ക്കൾ കുരക്കും പോലെ കുരച്ചോളി. എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ എന്താ ചെയ്തോളി. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഉസറും പുളിയും വേണം നിങ്ങൾക്ക്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരായാലും ഇങ്ങനത്തെ പ്രവൃത്തി നിർത്തിക്കൊള്ളണം.